ഹലോ എവരിവൺ, മൈസെൽഫ് റൂബി ഫ്രം നാച്ചുറൽ സയൻസ് ഓപ്ഷൻ. ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു AI ടൂളാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു AI ടൂളിൻ്റെ പേരാണ് ക്വിസിസ്. ഇപ്പോൾ ടീച്ചേഴ്സിന് വളരെ ഈസി ആയിട്ട് ക്വിസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു AI ടൂളാണിത്. അപ്പോൾ കുട്ടികളുടെ അറിവുകൾ പരിശോധിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിന് മുമ്പോ ശേഷമോ അവരുടെ അറിവുകൾ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ക്വിസിസ് എന്ന് പറയുന്ന ഈ ഒരു AI ടൂൾ സഹായിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ സൈറ്റിൽ ഇതിൻ്റെ ലിങ്ക് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യണം. https:/quizzes.com എന്ന് പറയുന്ന ലിങ്ക് ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുകയാണ്. അതിൽ സൈൻ അപ്പ് ഫോർ ഫ്രീ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. അതിൽ നമ്മളുടെ ഗൂഗിൾ ID വെച്ചിട്ട് നമുക്കതിൽ ലോഗിൻ ചെയ്യാം. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഏത് അക്കൗണ്ടാണെന്ന് വെച്ചാൽ അക്കൗണ്ട് ചൂസ് ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. പിന്നീട് സ്കൂൾ വർക്ക് പേഴ്സണൽ യൂസ് എന്നുണ്ട്, സ്കൂൾ സെലക്ട് ചെയ്തു. പിന്നീട് ടീച്ചർ എന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇനി നമുക്കതിൽ നമ്മൾ ഏത് സബ്ജക്റ്റാണ്, ഞാനിവിടെ ബയോളജി എന്ന് സെലക്ട് ചെയ്തു. വേറെയും കുറേ സബ്ജക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ഏത് ക്ലാസ്സാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ 8th എന്നുള്ള ഗ്രേഡാണ് സെലക്ട് ചെയ്തത്. പിന്നീട് ക്വിസിസ് യൂസ് ചെയ്തിട്ടുണ്ടോ പോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അതെല്ലാം നമ്മൾ റെലവൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുത്ത ശേഷം അതർ എന്നുള്ളൊരു ഓപ്ഷൻ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുകയാണ്. ഇതോടുകൂടി നമ്മളുടെ ഹോം പേജ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. പിന്നീട് ഇനി ഏതെങ്കിലും ടോപ്പിക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് ഞാനതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്. നമുക്കിനി ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതായത് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഓരോ ക്ലാസ്സുകൾക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനതിൽ 7th ഗ്രേഡ് സെലക്ട് ചെയ്യണം. റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് 7th ഗ്രേഡ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിൽ 14 ക്വസ്റ്റ്യൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ 14 ക്വസ്റ്റ്യൻസ് 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള 14 ക്വസ്റ്റ്യൻസ് നമുക്കതിൽ കാണാൻ പറ്റും. ഷോ ആൻസർ ഓപ്ഷൻസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെയും ഓപ്ഷൻസും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ആൻസേഴ്സും എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ 14 ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ചെക്ക് ചെയ്ത ശേഷം ഞാൻ അസൈൻ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. താഴെ അസൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ക്വിക്ക് സ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ക്വിസ് നമുക്ക് മറ്റാർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ലിങ്ക് ആണെങ്കിലും അല്ലെങ്കിൽ QR കോഡ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഉണ്ട്, ക്ലാസ് റൂം ഉണ്ട്, മെയിൽ വഴിയായാലും ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ വാട്സപ്പിൽ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഒരാൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പായിട്ടാണെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഷെയർ ചെയ്ത ശേഷം ആ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ആ ഒരു ടൂളിൽ ലോഗിൻ ചെയ്യുകയാണ്. എൻ്റെ പേര് ടൈപ്പ് ചെയ്ത ശേഷം ഞാൻ സ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. ആ ഒരു ക്വിസ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മ്യൂസിക് എല്ലാം കേൾക്കാനായിട്ട് പറ്റും. വളരെ കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ ഓരോ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് നമുക്കതിൽ ചൂസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റാണോ ഇൻകറക്റ്റ് ആണോ എന്നെല്ലാം ആ സമയത്ത് തന്നെ നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിനോടൊപ്പം ഓരോന്നും കറക്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ കോയിൻസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ ഓരോന്നും നമുക്ക് വളരെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൂളാണിത്. ഇതിൽ 14 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഓരോ ക്വസ്റ്റ്യൻസും വായിച്ച് ആൻസർ ചെയ്ത ശേഷം 14 കംപ്ലീറ്റ് ആക്കിയ ശേഷം ഏതെങ്കിലും നമ്മൾ റോങ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അതിൽ കൊടുക്കുന്നുണ്ട്. എല്ലാം ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളൊരു ഫീഡ്ബാക്കും നമുക്കതിൽ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിനുശേഷം നമുക്കതിൽ നമ്മുടെ റിപ്പോർട്ട് എങ്ങനെയാണ് അതിൽ നമ്മൾ പ്ലേ ചെയ്തത് വീണ്ടും അതിൽ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ആണെങ്കിൽ അതും അതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. കൂടാതെ ഓരോ ക്വസ്റ്റ്യൻസും വീണ്ടും നമുക്ക് താഴെ കാണാനായിട്ട് പറ്റും. 14 ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോന്നും സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓരോന്നിൻ്റെയും ആൻസേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇനി ടീച്ചർക്കാണെങ്കിൽ ടീച്ചർ ആർക്കൊക്കെ ഷെയർ ചെയ്തു, അതുപോലെ തന്നെ ഏതൊക്കെ കുട്ടികളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, അവരുടെ മാർക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും ടീച്ചർക്ക് ഇതിൽ അറിയാനായിട്ട് പറ്റും.
വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു AI ടൂളാണിത്.